അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക് ആണ് മാർജിൻ ഓഫ് എറർ അല്ലെങ്കിൽ മാക്സിമം എറർ. നമ്മൾ ഇതിനെ ഈ മാക്സ് എന്നാണ് ഡിനോട്ട് ചെയ്യുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെല്ലാം ഈ ഒരു ഏരിയ റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഞാനിത് ഇന്റർവൽ എസ്റ്റിമേഷൻ പഠിപ്പിച്ച സമയത്ത് ആ ഒരു ഫ്ലോ ചാർട്ടിൽ ജസ്റ്റ് മെൻഷൻ ചെയ്തിരുന്നു. അപ്പോൾ മാർജിൻ ഓഫ് എറർ കണ്ടെത്താൻ രണ്ട് കേസുകളിലായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. സാമ്പിൾ സൈസ് ഗ്രേറ്റർ ദാൻ 30 ആണെങ്കിൽ ഈ മാക്സ് കണ്ടെത്താനുള്ള ഇക്വേഷൻ z ആൽഫ ബൈ 2 ഇൻറ്റു സ്റ്റാൻഡേർഡ് എറർ ആണ്. ഇനി നമ്മുടെ സാമ്പിൾ സൈസ് ലെസ് ദാൻ 30 സിഗ്മ അൺനോണും ആണെങ്കിൽ ഈ മാക്സ് കണ്ടെത്താനുള്ള ഇക്വേഷൻ t ആൽഫ ബൈ 2 ഇൻറ്റു എസ് ബൈ റൂട്ട് n ആണ്. ക്ലിയർ? ഇനി നമുക്ക് ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യാം. സോ മാർജിൻ ഓഫ് എറർ റിലേറ്റ് ചെയ്തിട്ടുള്ള ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. An expert wishes to use the average of a random sample of size 150 to estimate the aptitude of students in a large university. If the standard deviation is approximately 6.2 for such a data, what can he assert with the probability 0.99 about the maximum size of his error? എന്താണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്? ഒരു എക്സ്പേർട്ട് ഒരു ലാർജ് യൂണിവേഴ്സിറ്റിയിലെ 150 സ്റ്റുഡൻസിന്റെ സാമ്പിൾ എടുത്തിട്ട് അവരുടെ ആപ്റ്റിറ്റ്യൂഡ് എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ആ 150 സ്റ്റുഡൻസിന്റെ സാമ്പിളിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 6.2 ആണ്. അങ്ങനെയാണെങ്കിൽ 0.99 പ്രോബബിലിറ്റി, ദാറ്റ് മീൻസ് 0.99 കോൺഫിഡൻസ് ലെവലില് മാക്സിമം സൈസ് ഓഫ് ഹിസ് എറർ കണ്ടെത്തണം. അപ്പൊ നമുക്ക് ഇവിടെ കണ്ടെത്താനുള്ളത് എന്താണ്? മാർജിൻ ഓഫ് എറർ അല്ലെങ്കിൽ മാക്സിമം എറർ ആണ് കണ്ടെത്താനുള്ളത്. സോ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റിനിൽ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തെഴുതാം. ഇവിടെ 150 സ്റ്റുഡൻസിന്റെ സാമ്പിൾ ആണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മുടെ സാമ്പിൾ സൈസ് n is equal to എന്താണ്? 150 ആണ്. ഈ സാമ്പിളിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രയാണ് തന്നിട്ടുള്ളത്? അപ്രോക്സിമേറ്റ്ലി 6.2. സോ s is equal to 6.2 ആണ്. പിന്നെ കോൺഫിഡൻസ് ലെവൽ എത്രയാണ് തന്നിട്ടുള്ളത്? 0.99, ദാറ്റ് മീൻസ് 99% ആണ് കോൺഫിഡൻസ് ലെവൽ തന്നിട്ടുള്ളത്. ക്ലിയർ? ഇനി നമുക്ക് എന്ത് കണ്ടെത്തണം? ഈ മാക്സ് കണ്ടെത്തണം. ഇവിടെ നോക്കൂ, സാമ്പിളിന്റെ സൈസ് എത്രയാണ്? 150 ആണ്, ഗ്രേറ്റർ ദാൻ 30 ആണ്. n ഗ്രേറ്റർ ദാൻ 30 ആണെങ്കിൽ ഈ മാക്സ് കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താണ്? ഫസ്റ്റ് കേസ് ആണ് യൂസ് ചെയ്യുക. എന്താണ്? z ആൽഫ ബൈ 2 ഇൻറ്റു സ്റ്റാൻഡേർഡ് എറർ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇതിൽ നമുക്ക് ആരൊക്കെ കണ്ടെത്തണം? z ആൽഫ ബൈ 2 കണ്ടെത്തണം, സ്റ്റാൻഡേർഡ് എററും കണ്ടെത്തണം. 99% കോൺഫിഡൻസ് ലെവലിൽ z ആൽഫ ബൈ 2ന്റെ വാല്യൂ എത്രയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? 2.58 ആണ്. അടുത്തതായി നമുക്ക് എന്ത് കണ്ടെത്തണം? സ്റ്റാൻഡേർഡ് എറർ കണ്ടെത്തണം. സ്റ്റാൻഡേർഡ് എറർ കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താണ്? ഇവിടെ സാമ്പിളിന്റെ വേരിയൻസ് ആണ് തന്നിട്ടുള്ളത് അല്ലെ? അപ്പൊ നമ്മൾ ഏതാ ഇക്വേഷൻ യൂസ് ചെയ്യുക? എസ് ബൈ റൂട്ട് n. എസ് എത്രയാണ്? 6.2 ആണ്. n എത്രയാണ്? 150. സോ റൂട്ട് 150 എന്ന് വരും. ക്ലിയർ? നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇക്വേഷനിൽ ഈ കാര്യങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ? വിച്ച് ഇസ് ഈക്വൽ ടു z ആൽഫ ബൈ 2 2.58 ഇൻറ്റു സ്റ്റാൻഡേർഡ് എറർ എന്ത് വരും? 6.2 ഡിവൈഡഡ് ബൈ റൂട്ട് 150, വിച്ച് ഇസ് അപ്രോക്സിമേറ്റ്ലി 1.306 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ഈ മാക്സ് എത്ര കിട്ടി? 1.306. അതായത് അദ്ദേഹത്തിന്റെ എറർ എന്ന് പറയുന്നത് എത്രയാണ്? 1.306 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇഫ് ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് 10, find the sample size if the maximum error in the estimate of the population mean is not to exceed 3 with probability 0.99. എന്താണ് ക്വസ്റ്റ്യൻ പറയുന്നത്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 10 ആണ്, മാക്സിമം എറർ നോട്ട് എക്സീഡ് 3 ആണ്, വിത്ത് പ്രോബബിലിറ്റി 0.99, ദാറ്റ് മീൻസ് കോൺഫിഡൻസ് ലെവൽ 0.99 ആണ്. എന്നിട്ട് നമുക്ക് എന്ത് കണ്ടെത്തണം? സാമ്പിൾ സൈസ് കണ്ടെത്തണം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തെഴുതാം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ s is equal to 10 ആണ്. മാക്സിമം എറർ ദാറ്റ് മീൻസ് ഇ മാക്സ് എത്രയാണ്? നോട്ട് എക്സീഡ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഇസ് ഈക്വൽ ടു 3 ആണ്. പ്രോബബിലിറ്റി 0.99, ദാറ്റ് മീൻസ് കോൺഫിഡൻസ് ലെവൽ എത്രയാണ് തന്നിട്ടുള്ളത്? 0.99 ആണ് തന്നിട്ടുള്ളത്. ദാറ്റ് മീൻസ് പെർസെൻറ്റേജിലാക്കുമ്പോൾ അത് 99% എന്ന് കിട്ടും. ഇനി നമുക്ക് ഈ മൂന്ന് കാര്യങ്ങളും കൂടി കണക്ട് ചെയ്തുകൊണ്ട് എന്ത് കണ്ടെത്തണം? സാമ്പിൾ സൈസ് കണ്ടെത്തണം. നമുക്ക് ഇ മാക്സിന്റെ ഇക്വേഷൻ അറിയാം. ഈ മാക്സിന്റെ ഇക്വേഷൻ നമ്മൾ രണ്ട് കേസായിട്ടാണ് പഠിച്ചിട്ടുള്ളത്. സാമ്പിൾ സൈസ് ലെസ് ദാൻ 30 ആവുന്ന സമയത്തും അതുപോലെ ഗ്രേറ്റർ ദാൻ 30 ആവുന്ന സമയത്തും അല്ലെ? പക്ഷെ ഇവിടെ നമുക്ക് സാമ്പിൾ സൈസ് ലെസ് ദാൻ ആണോ ഗ്രേറ്റർ ദാൻ ആണോ എന്ന് അറിയില്ല. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നിങ്ങൾ ഗ്രേറ്റർ ദാൻ 30 ആണ് സാമ്പിൾ സൈസ് വരിക എന്ന് അസ്യൂം ചെയ്തുകൊണ്ട് പ്രോബ്ലം ചെയ്യാം. ഓക്കെ, അപ്പോ നമ്മുടെ ഇ മാക്സ് കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താണ്? n ഗ്രേറ്റർ ദാൻ 30 ആവുന്ന സമയത്ത് z ആൽഫ ബൈ 2 ഇൻറ്റു സ്റ്റാൻഡേർഡ് എറർ ആണ് അല്ലെ? നമുക്ക് ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ തന്നിട്ടുണ്ട്? സ്റ്റാൻഡേർഡ് എറർ തന്നിട്ടില്ല, z ആൽഫ ബൈ 2 തന്നിട്ടില്ല. പക്ഷെ നമുക്ക് ഈ ഒരു ഇൻഫർമേഷൻ നിന്ന് z ആൽഫ ബൈ 2 അതുപോലെ സ്റ്റാൻഡേർഡ് എററും കണ്ടെത്തിക്കൂടെ? കോൺഫിഡൻസ് ലെവൽ 99% ആകുമ്പോൾ
നമ്മുടെ സെറ്റ് ആൽഫ ബൈ ടുവിന്റെ വാല്യൂ എന്താണ്? നമ്മൾ ടേബിളിൽ പഠിച്ചു വെച്ചിട്ടുണ്ട് 2.58 ആണ് അല്ലെ. സ്റ്റാൻഡേർഡ് എറർ എങ്ങനെ കണ്ടെത്താം? സ്റ്റാൻഡേർഡ് എറർ ഇസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് സാമ്പിളിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാൻഡേർഡ് എറർ ഇസ് ഈക്വൽ ടു എസ് ബൈ √10. ഇതാണ് നമ്മുടെ ഇക്വേഷൻ വരിക. എസ് എത്രയാണ് തന്നിട്ടുള്ളത്? 10 ആണ്. അപ്പൊ 10/√10 എന്ന് വരും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ കിട്ടിയ കാര്യങ്ങളെല്ലാം ഈ ഇക്വേഷനിൽ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇ മാക്സ് എത്രയാണ്? 3 ആണ്. അപ്പോൾ 3 ഈക്വൽ ടു സെഡ് ആൽഫ ബൈ ടു എന്താണ്? 2.58 ഇൻറ്റു സ്റ്റാൻഡേർഡ് എറർ എന്താണ്? 10/√10. 10/√10 എന്ന് കിട്ടും. ഇനി ഇവിടെ നമുക്ക് n കണ്ടെത്തിക്കൂടെ? √n ഈസ് ഈക്വൽ ടു എന്ത് വരും? 2.58 ഇൻറ്റു 10/3 എന്ന് വരും. ദാറ്റ് മീൻസ് എന്നിന്റെ വാല്യൂ എന്ത് വരും? രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്താൽ പോരെ? 2.58 ഇൻറ്റു 10/3 ഹോൾ സ്ക്വയർ. ഇതായിരിക്കും എന്നിന്റെ വാല്യൂ വരിക, വിച്ച് ഇസ് ഈക്വൽ ടു 73.67 എന്ന് കിട്ടും. ഓക്കെ, നമ്മുടെ സാമ്പിൾ സൈസ് ഒരിക്കലും ഫ്രാക്ഷൻ ആയിട്ട് വരില്ല, പോയിന്റ് ഉള്ള നമ്പർ വരില്ല. അപ്പൊ നമുക്ക് ഇതിനെ അപ്രോക്സിമേറ്റ് ചെയ്ത് എന്ത് എഴുതാം? 74 എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ നമ്മുടെ സാമ്പിൾ സൈസ് എത്രയാണ് കിട്ടിയത്? 74. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഫോർത്ത് സെമസ്റ്റർ ബിടെക് ഡിഗ്രി സപ്ലിമെന്ററി എക്സാമിനേഷൻ ജൂൺ 2023 2019 സ്കീമുകാർക്ക് ചോദിച്ചിട്ടുള്ള നമ്മുടെ മാർജിൻ ഓഫ് എറർ അല്ലെങ്കിൽ മാക്സിമം എറർ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് പ്രോബ്ലം ആണിത്. ക്വസ്റ്റ്യൻ നോക്കാം. Determine the size of the sample for estimating the true weight of the cereal containers for the universe with a capital N is equal to 5000 on the basis of the following information. The variance of weight is equal to 4 ounce on the basis of past records. Estimate should be within 0.8 ounce of the true average weight with a 99% probability. Will there be a change in the size of the sample if we assume infinite population in the given case? If so, explain by how much. എന്താണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്? നമുക്ക് ഇവിടെ കണ്ടെത്താനുള്ളത് സാമ്പിളിന്റെ സൈസ് ആണ്. ഓക്കെ, അതിനുവേണ്ടി കുറച്ച് ഇൻഫർമേഷൻസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എന്താണ്? 5000 പോപ്പുലേഷൻ സൈസ് ഉള്ള സീരിയൽ കണ്ടെയ്നേഴ്സ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ 5000 കണ്ടെയ്നേഴ്സിന്റെ വേരിയൻസ് ഓഫ് വെയിറ്റ് എന്ന് പറയുന്നത് 4 ounce ആണ്. ഓക്കെ, അതുപോലെ 99% പ്രോബബിലിറ്റിയിൽ, ദാറ്റ് മീൻസ് 99% കോൺഫിഡൻസ് ഇന്റർവെല്ലില് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് 0.8 ounce ആണ്. ദാറ്റ് മീൻസ് എന്താണ്? മാക്സിമം എറർ 0.8 ounce ആണ് എന്നാണ് അവിടെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് കണ്ടെത്തണം? സാമ്പിൾ സൈസ് കണ്ടെത്തണം. അതാണ് ഫസ്റ്റ് പാർട്ട്. ഇനി സെക്കൻഡ് പാർട്ടിൽ എന്തുകൂടി ചോദിക്കുന്നുണ്ട്? Will there be a change in the size of the sample if we assume infinite population in the given case? ഇവിടെ നമുക്ക് പോപ്പുലേഷന്റെ സൈസ് തന്നിട്ടുണ്ട്. ഇങ്ങനെ പോപ്പുലേഷന്റെ സൈസ് തന്നിട്ടില്ല, അതായത് പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ് ആവുകയാണെങ്കിൽ നമ്മുടെ സാമ്പിൾ സൈസിൽ എന്തെങ്കിലും മാറ്റം വരുമോ? അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? പോപ്പുലേഷൻ സൈസ് തന്നിട്ടുള്ള കേസ് ചെയ്യാം, അതിനുശേഷം പോപ്പുലേഷൻ സൈസ് തരാത്ത ഇൻഫൈനൈറ്റ് ആവുന്ന സമയത്തുള്ള കേസും ചെയ്യാം. സോ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് നമ്മുടെ പോപ്പുലേഷൻ സൈസ് ഗിവൺ ആയിട്ടുള്ള കേസാണ്. ഓക്കെ, n ഈസ് ഗിവൺ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തെഴുതാം. ക്യാപിറ്റൽ N എത്രയാണ് തന്നിട്ടുള്ളത്? 5000 ആണ്. പിന്നെ എന്ത് തന്നിട്ടുണ്ട്? വേരിയൻസ് സിഗ്മ സ്ക്വയർ എന്താണ്? 4 ആണ്. അങ്ങനെയാണെങ്കിൽ സിഗ്മ എന്ത് വരും? √4 വരും. √4 എന്ന് പറഞ്ഞാൽ 2 ആയിരിക്കും. ഓക്കെ, പിന്നെ എന്ത് പറഞ്ഞിട്ടുണ്ട്? 99% പ്രോബബിലിറ്റി ആണ്. ദാറ്റ് മീൻസ് കോൺഫിഡൻസ് ലെവല് 1 - ആൽഫ എന്താണ്? 99% ആണ്. പിന്നെ എസ്റ്റിമേറ്റ് തന്നിട്ടുണ്ട്. എസ്റ്റിമേറ്റ് മീൻസ് ഇ മാക്സ് എത്രയാണ്? ഇ മാക്സ് ഇസ് ഈക്വൽ ടു 0.8 ounce ആണ്. നമുക്ക് ക്വസ്റ്റ്യനിൽ ഇത്രയും ഇൻഫർമേഷൻസ് ആണ് തന്നിട്ടുള്ളത്. ഈ ഇൻഫർമേഷൻസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ആരെ കണ്ടെത്തണം? സാമ്പിൾ സൈസ് കണ്ടെത്തണം. അതിനെന്തെങ്കിലും വഴിയുണ്ടോ? നമ്മുടെ കയ്യിൽ ഇ മാക്സ് ഇല്ലേ? എന്താണ് ഇ മാക്സിന്റെ ഇക്വേഷൻ? ഇ മാക്സ് ഇസ് ഈക്വൽ ടു സെഡ് ആൽഫ ബൈ 2 ഇൻറ്റു സ്റ്റാൻഡേർഡ് എറർ. ഇതാണ് നമ്മുടെ ഇ മാക്സ് കണ്ടെത്താനുള്ള ഇക്വേഷൻ. ഇവിടെ നമുക്ക് ഇ മാക്സ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. സെഡ് ആൽഫ ബൈ 2 നമുക്ക് കണ്ടെത്താൻ പറ്റുമോ? നമുക്ക് ഇവിടെ കോൺഫിഡൻസ് ലെവല് 99% എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്തായിരിക്കും സെഡ് ആൽഫ ബൈ 2ന്റെ വാല്യൂ? നമ്മൾ ടേബിളിൽ പഠിച്ചു വെച്ചിട്ടുള്ളതാണ്, 2.58 ആയിരിക്കും. ഇനി സ്റ്റാൻഡേർഡ് എറർ കണ്ടെത്താൻ പറ്റുമോ? നമുക്ക് ഇവിടെ പോപ്പുലേഷൻ സൈസ് തന്നിട്ടുണ്ട്, അതുപോലെ സിഗ്മയും നോൺ ആണ്. അങ്ങനെയുള്ള കേസിൽ സ്റ്റാൻഡേർഡ് എറർ കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താണ്? സ്റ്റാൻഡേർഡ് എറർ ഇസ് ഈക്വൽ ടു സിഗ്മ ബൈ √n റൂട്ട് ഓഫ് n മൈനസ് n ബൈ n - 1. ഈ ഇക്വേഷൻ നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പഠിച്ചിട്ടുള്ളതാണ്.
പോപ്പുലേഷൻ സൈസും അതുപോലെ പോപ്പുലേഷന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനോ വേരിയൻസോ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാൻഡേർഡ് എറർ കണ്ടെത്താൻ ഈ ഇക്വേഷൻ ആണ് യൂസ് ചെയ്യുക. അപ്പൊ നമുക്ക് ഈ ഇക്വേഷനിൽ ആരൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? നമുക്ക് അറിയുന്ന ആളുകളൊക്കെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. സിഗ്മ എത്രയാണ്? 2/√n റൂട്ട് ഓഫ് ക്യാപിറ്റലിന് എത്രയാണ്? 5000 ആണ്. 5000 മൈനസ് n ഡിവൈഡഡ് ബൈ n മൈനസ് എന്ന് പറയുമ്പോൾ 5000 മൈനസ് 1 എത്ര വരും? 4999 എന്ന് വരും. അപ്പൊ നമുക്ക് സ്റ്റാൻഡേർഡ് എറർ അറിയാം. ഇതിൽ ആരാണ് അറിയാത്തത്? നമ്മുടെ സ്മോൾ n, അതായത് സാമ്പിൾ സൈസ് ആണ് അറിയാത്തത്. അപ്പൊ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഈ മാക്സ് എന്താണ്? 0.8 ആണ്. വിച്ച് ഇസ് ഈക്വൽ ടു z ആൽഫ ബൈ 2 എന്താണ്? 2.58 ആണ്. സ്റ്റാൻഡേർഡ് എറർ ഇതല്ലേ? അപ്പൊ അത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2/√n റൂട്ട് ഓഫ് 5000 മൈനസ് n ഡിവൈഡഡ് ബൈ 4999. ഓക്കെ, ഇത് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം? ഇതിൽ നിന്ന് n കണ്ടെത്തണം അല്ലെ? അപ്പൊ n ഉള്ള ടേംസ് ഒക്കെ ഒരു ഈക്വലിന്റെ ഒരു ഭാഗത്തും കോൺസ്റ്റന്റ് ടേംസ് എല്ലാം മറ്റൊരു ഭാഗത്തേക്കും കൊണ്ടുവരാം. അപ്പൊ എന്ത് വരും? 0.8 ഇൻറ്റു ഇവിടെ റൂട്ട് ഓഫ് 4999 ഇവിടെ ഡിവൈഡ് ചെയ്തതാണ്. അപ്പൊ ഈക്വലിന്റെ പുറത്ത് വരുമ്പോൾ അത് മൾട്ടിപ്ലിക്കേഷൻ ആയി മാറും. റൂട്ട് ഓഫ് 4999 ഡിവൈഡഡ് ബൈ 2.58 ഇൻറ്റു 2 അത് ഇൻറ്റു ചെയ്താണ്. അപ്പൊ ഈക്വലിന്റെ അപ്പുറത്ത് വരുമ്പോൾ ഡിവിഷൻ ആയി മാറും. 2.58 ഇൻറ്റു 2 എന്ന് വരും. ഈസ് ഈക്വൽ ടു ഇപ്പുറത്ത് ആരൊക്കെയാണുള്ളത്? റൂട്ട് ഓഫ് 5000 മൈനസ് n, പിന്നെ ഒരു റൂട്ട് അല്ലേ, അതിനെ നമുക്ക് റൂട്ടിനുള്ളിൽ കൊണ്ടുപോകാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയായിരിക്കും നമുക്ക് കിട്ടാം. ഇനി ഇതിനെ എന്ത് ചെയ്യാം? രണ്ട് സ്ഥലത്ത് എന്ത് ചെയ്യാം? സ്ക്വയർ ചെയ്യാം. അപ്പൊ എന്ത് വരും? 0.8 ഇൻറ്റു റൂട്ട് ഓഫ് 4999 ബൈ 2.58 ഇൻറ്റു 2 ഓൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 5000 മൈനസ് n ബൈ n എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇവിടുത്തെ നമുക്ക് എന്ത് ചെയ്യാം? ഈ n രണ്ടാൾക്കും കോമൺ അല്ലേ, അപ്പൊ ഒന്ന് ഡിനോമിനേറ്റർ രണ്ടുപേർക്കും കൂടി കൊടുത്തു കഴിഞ്ഞാൽ 5000 ബൈ n മൈനസ് n ബൈ n എന്ന് വരും അല്ലെ? n ബൈ n വിച്ച് ഇസ് ഈക്വൽ ടു 5000 ബൈ n മൈനസ് 1. n ബൈ n എന്ന് പറഞ്ഞാൽ 1 വരും. ഈ മൈനസ് 1 നമുക്ക് ഈക്വലിന്റെ പുറത്ത് കൊടുന്നൂടെ? ഇപ്പൊ എന്താ വരിക? 1 പ്ലസ് 0.8 ഇൻറ്റു റൂട്ട് ഓഫ് 4999 ഡിവൈഡഡ് ബൈ 2.58 into 2 whole square. Okay, which is equal to 5000 by n എന്ന് വരും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഞാൻ ഇവിടെ ഓൾറെഡി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഭാഗം കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാം. പക്ഷെ നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ഫൈനൽ വാല്യൂവിൽ ഇങ്ങനെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഇപ്പൊ ചെയ്യാത്തത്. ഓക്കെ, ഇനി നമുക്ക് എന്നിനെ ഈക്വലിനെ പുറത്ത് കൊടുന്നൂടെ? ഇവിടെയുള്ള ഈ കോൺസ്റ്റന്റ് നമുക്ക് 5000 ഡിവൈഡഡ് ബൈ എന്ന് എഴുതാം അല്ലെ? അപ്പൊ n ഈസ് ഈക്വൽ ടു 5000 divided by 1 plus 0.8 into root of 4999 divided by 2.58 into 2 the whole square. അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്നിന്റെ വാല്യൂ കിട്ടും. വിച്ച് ഇസ് ഈക്വൽ ടു 41.26. ഇതാണ് ആൻസർ വരിക. ഓക്കെ, നമുക്ക് ഇതിനെ അപ്രോക്സിമേറ്റ് ചെയ്ത് എങ്ങനെ എഴുതാം? അപ്രോക്സിമേറ്റ്ലി 41 എന്ന് എഴുതാം അല്ലെ? അപ്രോക്സിമേറ്റ് വാല്യൂ എന്തായിരിക്കും? 41 ആയിരിക്കും വരിക. സോ നമ്മള് പോപ്പുലേഷൻ സൈസ് 5000 ആവുന്ന സമയത്ത് സാമ്പിൾ സൈസ് കണ്ടെത്തി അല്ലെ? ഇനി ഇതിനൊരു സെക്കൻഡ് പാർട്ട് കൂടി ഉണ്ട്. എന്താണ്? പോപ്പുലേഷൻ ഇൻഫൈനൈറ്റ് ആവുകയാണെങ്കിൽ, അതായത് നമ്മുടെ ക്യാപിറ്റൽ തന്നെ തരാത്ത സമയത്ത് സാമ്പിൾ സൈസിന്റെ വാല്യൂയിൽ എന്തെങ്കിലും മാറ്റം വരുമോ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് പോപ്പുലേഷൻ സൈസ് തരാത്ത സമയത്ത് എന്ത് മാറ്റം വരുമെന്ന് ചെയ്ത് നോക്കാം അല്ലെ? അപ്പൊ സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ N ഈസ് നോട്ട് ഗിവൺ. ഇതാണ് നമ്മുടെ സെക്കൻഡ് കേസ് പറയുന്നത്. സോ ക്വസ്റ്റ്യനിൽ ഓൾറെഡി എന്തൊക്കെ കാര്യങ്ങൾ തന്നിട്ടുണ്ട്? സിഗ്മ സ്ക്വയർ 4 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് മീൻസ് സിഗ്മ ഇസ് ഈക്വൽ ടു റൂട്ട് 4 എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു 2. അതുപോലെ 99% ആണ് കോൺഫിഡൻസ് ലെവൽ വന്നിട്ടുള്ളത് അല്ലെ? അങ്ങനെയാണെങ്കിൽ z ആൽഫ ബൈ 2 വാല്യൂ എന്താ വരിക? z ആൽഫ ബൈ 2 ഈസ് ഈക്വൽ ടു 2.58 ആണ്. അതുപോലെ നമുക്ക് ഇമാക്സ് തന്നിട്ടുണ്ട്. ഇമാക്സ് ഇസ് ഈക്വൽ ടു 0.8 ആണ്. സോ ഇത്രയും കാര്യങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് കണ്ടെത്തണം? നമ്മുടെ സാമ്പിൾ സൈസ് കണ്ടെത്തണം. നേരത്തെ യൂസ് ചെയ്ത അതേ ഐഡിയ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. എന്താണ് ഈ മാക്സിന്റെ ഇക്വേഷൻ? ഈ മാക്സ് ഇസ് ഈക്വൽ ടു z ആൽഫ ബൈ 2 ഇൻറ്റു സ്റ്റാൻഡേർഡ് എറർ ആണ് അല്ലെ? z ആൽഫ ബൈ 2 നമ്മൾ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. ഈ മാക്സ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് എറർ അത് തന്നിട്ടില്ല അല്ലെ? എങ്ങനെയാ സ്റ്റാൻഡേർഡ് എറർ കണ്ടെത്തുക? ക്യാപിറ്റൽ N പോപ്പുലേഷൻ സൈസ് തരാത്ത സമയത്ത് സിഗ്മ നോണും ആണെങ്കിൽ എങ്ങനെയാണ് സ്റ്റാൻഡേർഡ് എറർ കണ്ടെത്തുക? എന്തായിരുന്നു ഇക്വേഷൻ? സിഗ്മ ബൈ റൂട്ട് n ആണ് അല്ലെ? ഇതിന്റെ കൂടെ നമ്മൾ റൂട്ട് ഓഫ് n മൈനസ് n ബൈ n മൈനസ് 1 മൾട്ടിപ്ലൈ ചെയ്യില്ല, കാരണം ക്യാപിറ്റൽ N ഗിവൺ അല്ല. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. സിഗ്മ എത്രയാണ്? 2 ആണ്. 2 ബൈ റൂട്ട് n എന്ന് വരും. ഇനി ഇത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ ഈ കിട്ടിയ കാര്യങ്ങളെല്ലാം? ഇ മാക്സ് 0.8 ആണ്, z ആൽഫ ബൈ 2 2.58 ആണ്,
സ്റ്റാൻഡേർഡ് എറർ 2/√n ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, √n is equal to 2.58 into 2/0.8 എന്ന് എഴുതാം. ദാറ്റ് മീൻസ് n is equal to എന്ത് വരും, 2.58 into 2/0.8 ഹോൾ സ്ക്വയർ എന്ന് വരും. വിച്ച് ഇസ് ഈക്വൽ നമുക്ക് കിട്ടുക 41.6025 ആയിരിക്കും. ഓക്കെ, വിച്ച് ഇസ് അപ്രോക്സിമേറ്റ്ലി 42 ആണ് വരിക അല്ലെ. നമ്മുടെ എന്നിന്റെ വാല്യൂ ഒരിക്കലും ഫ്രാക്ഷൻ ആയിട്ട് എടുക്കില്ല, അത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഇന്റിജറിലേക്ക് മാറ്റണം. സോ 42 ആയിരിക്കും നമ്മുടെ സാമ്പിൾ സൈസ് വരിക. സോ ക്യാപിറ്റൽ N ഗിവൺ അല്ലാത്ത സിറ്റുവേഷനിൽ നമുക്ക് നമ്മുടെ സാമ്പിൾ സൈസ് 41.6025 എന്ന് നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്ത് 42 എന്ന് എഴുതി. ഇനി ക്യാപിറ്റൽ N ഗിവൺ ആയ സിറ്റുവേഷനിൽ നമുക്ക് നമ്മുടെ സാമ്പിൾ സൈസ് കിട്ടിയത് 41.26 ആണ്. അത് നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്ത് 41 എന്നാണ് എഴുതിയത് അല്ലെ. നമ്മൾ ഫ്രാക്ഷൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ചെറിയൊരു വ്യത്യാസമാണുള്ളത്. 41.26ഉം 41.6025 അപ്രോക്സിമേറ്റ് ചെയ്തപ്പോൾ ഒരു വാല്യൂവിൽ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ N ഗിവൺ ആവുമ്പോഴും അല്ലാത്തപ്പോഴും ഫ്രാക്ഷൻ ഓഫ് ഡിഫറൻസ് മാത്രമേ അവിടെ വരുന്നുള്ളൂ. ക്ലിയർ? മാക്സിമം എറർ റിലേറ്റ് ചെയ്തിട്ടുള്ള n ഗ്രേറ്റർ ദാൻ 30 ആവുന്ന കേസിലുള്ള പ്രോബ്ലംസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തു. കൂടാതെ മാക്സിമം എറർ യൂസ് ചെയ്തുകൊണ്ട് സാമ്പിൾ സൈസ് കണ്ടെത്തുന്ന പ്രോബ്ലംസ് നമ്മൾ ചെയ്തു. ഇനി നമ്മുടെ ലാസ്റ്റ് കേസ് n ലെസ് ദാൻ 30യും സിഗ്മ അൺനോണും ആവുന്ന കേസിലെ പ്രോബ്ലം ആണിത്. ഇൻ 6 ഡിറ്റർമിനേഷൻ ഓഫ് ദ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് tin, a chemist obtained a mean of 232.6 degrees Celsius with a standard deviation of 0.14 degrees. If he uses this data to estimate the actual melting point of tin, what the chemist can assert with a 98% confidence about the maximum error? ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്, ഒരു കെമിസ്റ്റിന് ടിന്നിന്റെ യഥാർത്ഥ മെൽറ്റിംഗ് പോയിന്റ് കണ്ടെത്തണം. സോ അദ്ദേഹത്തിന്റെ കയ്യില് മെൽറ്റിംഗ് പോയിന്റിന്റെ 6 വാല്യൂസ് ഉണ്ട്. ആ വാല്യൂസിന്റെ മീൻ എന്ന് പറയുന്നത് 232.6 ഡിഗ്രി സെൽഷ്യസും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് 0.14 ഡിഗ്രീസും ആണ്. അങ്ങനെയാണെങ്കിൽ ഇത്രയും ഇൻഫർമേഷൻസ് യൂസ് ചെയ്തുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, 98% കോൺഫിഡൻസ് ലെവലില് ടിന്നിന്റെ ആക്ച്വൽ മെൽറ്റിംഗ് പോയിന്റ് എസ്റ്റിമേറ്റ് ചെയ്തു. സോ എസ്റ്റിമേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്തുണ്ടായിരിക്കും, എറർ സംഭവിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പൊ അദ്ദേഹത്തിന്റെ മാക്സിമം എറർ കണ്ടെത്താനാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് ആദ്യം ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തെഴുതാം. അദ്ദേഹം കൺസിഡർ ചെയ്തത് 6 മെൽറ്റിംഗ് പോയിന്റ് ആണ് അല്ലെ. അപ്പൊ n is equal എന്താണ്, സാമ്പിൾ സൈസ് 6 ആണ്. ഇനി സാമ്പിളിന്റെ മീൻ എത്രയാണ് തന്നിട്ടുള്ളത്, x bar is equal to 232.6 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതുപോലെ സാമ്പിളിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ s is equal to എന്താണ്, 0.14 ഡിഗ്രീസ് ആണ്. കൂടാതെ അദ്ദേഹം ആക്ച്വൽ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ടിന്ന് എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ളത് 98% കോൺഫിഡൻസ് ലെവലാണ്. നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് ഇത്രയും ഇൻഫർമേഷൻസ് ആണ്. ഈ ഇൻഫർമേഷൻസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് കണ്ടെത്തണം, മാക്സിമം എറർ കണ്ടെത്തണം, ഈ മാക്സ് കണ്ടെത്തണം അല്ലെ. എങ്ങനെയാണ് ഈ മാക്സ് കണ്ടെത്തുക, നമ്മുടെ കയ്യിൽ 2 ഇക്വേഷൻസ് ഉണ്ട്, അതിൽ ഏതാ യൂസ് ചെയ്യാം. ഇവിടെ സാമ്പിൾ സൈസ് നോക്കൂ, ലെസ് ദാൻ 30 ആണ്. 6 എന്ന് പറയുന്നത് ലെസ് ദാൻ 30 ആണ്. അതുപോലെ ഇവിടെ പോപ്പുലേഷന്റെ വേരിയൻസോ അതുപോലെ പോപ്പുലേഷന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനോ എന്തെങ്കിലും തന്നിട്ടുണ്ടോ, ഇല്ല. അപ്പൊ നമ്മൾ ഈ മാക്സ് കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താണ്, മാക്സിമം എറർ ഇ മാക്സ് ഇസ് ഈക്വൽ ടു ടി ആൽഫ ബൈ 2 ഇൻറ്റു സ്റ്റാൻഡേർഡ് എറർ ആണ്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ അല്ലെ. അപ്പൊ നമുക്ക് ടി ആൽഫ ബൈ 2 കണ്ടെത്തണം, അതുപോലെ സ്റ്റാൻഡേർഡ് എററും കണ്ടെത്തണം. ഈ ഇൻഫർമേഷൻസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ രണ്ടുപേരെയും കണ്ടെത്താൻ പറ്റും. അപ്പൊ ആദ്യം നമുക്ക് ടി ആൽഫ ബൈ 2 കണ്ടെത്താം. എങ്ങനെയാ ടി ആൽഫ ബൈ 2 കണ്ടെത്താം, 1 മൈനസ് ആൽഫ ഇസ് ഇക്വൽ 98% ആണ്. ദാറ്റ് മീൻസ് 1 മൈനസ് ആൽഫ ഇസ് ഇക്വൽ ടു 0.98 ആണ്. ഓക്കെ, ഇതിന് ആൽഫ എന്ത് കിട്ടും, 1 മൈനസ് 0.98 എന്ന് കിട്ടും, വിച്ച് ഇസ് ഇക്വൽ ടു 0.02 ആണ്. അങ്ങനെയാണെങ്കിൽ ടി ആൽഫ ബൈ 2 വിത്ത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം n-1 എന്ത് വരും, ടി ഓഫ് 0.02/2 വിത്ത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം n എന്ന് പറയുന്നത് 6 ആണ്. അപ്പൊ 6 മൈനസ് 1 അല്ലെ, വിച്ച് ഇസ് ഈക്വൽ ടു ടി ഓഫ് 0.02/2 എന്ന് പറഞ്ഞാൽ 0.01 വിത്ത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 5 വരും. ഇനി നമ്മൾ ഈ വാല്യൂ എങ്ങനെ കണ്ടെത്താം, നമ്മുടെ ടി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ യൂസ് ചെയ്തിട്ട് വേണം കണ്ടെത്താൻ. സോ ഇതാണ് നമ്മുടെ ടി ഡിസ്ട്രിബ്യൂഷൻ ടേബിള്. നമുക്കിവിടെ ടി ഓഫ് 0.01 വിത്ത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 5 ആണ് കണ്ടെത്താനുള്ളത് അല്ലെ. അപ്പൊ നോക്കൂ, 0.01 എന്ന് പറയുമ്പോൾ ഏതാ വരുന്നത്, 3.365 ആണ് നമ്മുടെ വാല്യൂ കിട്ടുന്നത് അല്ലെ. അപ്പൊ നമുക്ക് അത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, വിച്ച് ഇസ് ഈക്വൽ ടു 3.365. ഇനി നമുക്ക് ആരെ കണ്ടെത്തണം, സ്റ്റാൻഡേർഡ് എറർ കണ്ടെത്തണം അല്ലെ. സ്റ്റാൻഡേർഡ് എറർ കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താ, ഇവിടെ നമുക്ക് സാമ്പിളിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും അതുപോലെ
സാമ്പിൾ സൈസുമാണ് തന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ഇക്വേഷൻ യൂസ് ചെയ്യുക? എസ് ബൈ റൂട്ട് എൻ. എസ് എത്രയാണ്? 0.14 ആണ്. എൻ എത്രയാണ്? 6 ആണ്. അപ്പൊ റൂട്ട് 6 എന്ന് വരും. അപ്പൊ ഇനി കിട്ടിയ കാര്യങ്ങളൊക്കെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ? വിച്ച് ഇസ് ഈക്വൽ ടു ടി ആൽഫ ബൈ 2 എന്ന് പറയുന്നത് 3.365. സ്റ്റാൻഡേർഡ് എറർ എന്ന് പറയുന്നത് 0.14 ബൈ റൂട്ട് 6, വിച്ച് ഇസ് ഈക്വൽ ടു അപ്രോക്സിമേറ്റ്ലി 0.1923. ഇതായിരിക്കും നമ്മുടെ ഇ മാക്സിന്റെ വാല്യൂ വരുന്നുണ്ടാവുക. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് മാർജിൻ ഓഫ് എറർ അല്ലെങ്കിൽ മാക്സിമം എറർ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ്. സാമ്പിൾ സൈസ് ഗ്രേറ്റർ ദാൻ 30 ആണെങ്കിൽ സെഡ് ആൽഫ ബൈ 2 സ്റ്റാൻഡേർഡ് എറർ എന്ന ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യും. സാമ്പിൾ സൈസ് ലെസ് ദാൻ 30 സിഗ്മ അൺനോണും ആണെങ്കിൽ ടി ആൽഫ ബൈ 2 എസ് ബൈ റൂട്ട് എൻ എന്ന് പറഞ്ഞ ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, അതുപോലെ ഈ ടോപ്പിക് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് സാമ്പിൾ സൈസ് ഡിറ്റർമൈൻ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമ്മൾ ഫസ്റ്റ് കേസ് ഈ ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ടാണ് സാധാരണയായിട്ട് സാമ്പിൾ സൈസ് ഡിറ്റർമൈൻ ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഈ ഒരു ടോപ്പിക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു.